ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. പോത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതിയായ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ഇരട്ട ജീവപര്യന്തമാണ് ഈ പ്രതി ചെന്താമരയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നത്. ഇപ്പോൾ രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, ഈ ഒരു വിധി കേട്ടത്, ഈ ചെന്താമര ഒരു കൂസലുമില്ലാതെയാണ് വിധി കേട്ടത് എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, അല്പസമയം മുമ്പാണ് കോടതി, പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി ഈ ഒരു കേസിൽ ശിക്ഷാവിധി വിധിച്ചത്. ഈ അപൂർവമായ കേസ് എന്ന് പ്രതിഭാഗം വാദിച്ച കേസിൽ അപൂർവമല്ല എന്ന് പറഞ്ഞായിരുന്നു കോടതിയുടെ വിധി പരാമർശം. ഇതിൽ ഇരട്ട ജീവപര്യന്തവും അതേപോലെ തന്നെ 3,25,000 രൂപ പിഴയും കൊടുക്കാനാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേസിൽ ഈ ഒരു ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് കോടതിയുടെ പരാമർശം. കാരണം സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ക്രൂരതയ്ക്കുള്ള നടപടി എന്നാണ് കോടതി ഈ ഒരു കേസിനെ പരിഗണിക്കവേ പറഞ്ഞത്. ഈ ഒരു കേസിലാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആജീവനാന്തം ജയിലിൽ കഴിയുക എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കേസിൽ വിധി വന്നിരിക്കുന്നത്. എന്തായാലും പോത്തുണ്ടി സജിത കൊലക്കേസിലാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. ഇതിൽ 3,25,000 രൂപ പിഴ ഒടുക്കണമെന്നും കോടതി പരാമർശിച്ചിട്ടുണ്ട്. അതിൽ 2 ലക്ഷം രൂപ കൊലപാതകത്തിനും 1 ലക്ഷം രൂപ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനും 25,000 രൂപ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിനുമാണ് ഇത്തരത്തിലാണ് 3,25,000 രൂപ പിഴ ഒടുക്കണമെന്ന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ശിക്ഷാവിധി പ്രതി കുറ്റകൃത്യം ആവർത്തിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സജിതയുടെ മക്കൾക്കും നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പ്രതി നന്നാകുമെന്ന ഒരു പ്രതീക്ഷയില്ല എന്നും കോടതി പരാമർശിക്കുന്നുണ്ട്. ചെന്താമരയുടെ മാനസിക നില ഭദ്രമെന്നും കോടതിയുടെ ഒരു നിരീക്ഷണം വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ സമയം പ്രതിഭാഗം വാദിച്ചത് ഇത് അപൂർവമായ ഒരു കേസ് എന്നായിരുന്നു. അല്ലെങ്കിൽ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സമയത്ത് ചെന്താമരയ്ക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതേസമയം പ്രോസിക്യൂഷൻ ഇരട്ട കൊലപാതകം ഇതിൽ ഉന്നയിക്കുന്ന സമയത്ത് ചെന്താമരയുടെ വാദം അല്ലെങ്കിൽ പ്രതിഭാഗത്തിന്റെ വാദം എന്ന് പറയുന്നത് ഇരട്ട കൊലപാതകം ഇതിൽ കൂട്ടി പറയേണ്ടതില്ല. ചെന്താമര സജിതയെ കൊലപ്പെടുത്തുമ്പോൾ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നടന്ന ഒരു കൊലപാതകം മാത്രമായിരുന്നു. പക്ഷേ ഇരട്ട കൊലപാതകം പിന്നീടാണ് ഉണ്ടായത്. അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ അതെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു കോടതിയുടെ ഒരു ശിക്ഷാവിധി വന്നിരിക്കുന്നത്. കോടതി ഇതിൽ എടുത്തു പറയുന്ന ഒന്ന്, പ്രതി നന്നാകുമെന്ന പ്രതീക്ഷയില്ല എന്ന് കോടതി പറയുന്നുണ്ട്. വിധി പ്രസ്താവിച്ച സമയത്ത് കോടതി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചെന്താമരയുടെ മാനസിക നില ഭദ്രമാണ്. അതായത് ചെന്താമര ഈ കൊലപാതകം എല്ലാം ചെയ്തത് പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായൊരു വൈരാഗ്യത്തിന്റെ പുറത്തല്ല, തീർത്തും എല്ലാം പ്ലാൻ ചെയ്തൊരു കൊലപാതകമാണ് എന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സജിതയുടെ മക്കൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്ന് കോടതി പരാമർശിക്കുന്നുണ്ട്. പ്രതി ഇനിയും കുറ്റകൃത്യം ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നൊരു നിരീക്ഷണം കൂടി കോടതി പറയുന്നുണ്ട്. എന്തായാലും അതേപോലെ തന്നെ പരോൾ നൽകിയാൽ സാക്ഷികളെ സുരക്ഷിതരാക്കണം എന്നൊരു കാര്യം കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്തരം നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ വിധി പ്രസ്താവന വന്നിരിക്കുന്നത്. പാലക്കാട് നെന്മാറ പോത്തുണ്ടി സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പാലക്കാട് അഡീഷണൽ സെഷൻസ് ജില്ലാ കോടതിയാണ് ഈ ഒരു കേസിൽ ശിക്ഷാവിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. 3.25 ലക്ഷം രൂപ പിഴയും ഇരട്ട ജീവപര്യന്തവുമാണ് പ്രതി ചെന്താമരയ്ക്ക് വിധിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ കോടതിയിൽ ഈ ഒരു കേസ് അല്ലെങ്കിൽ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് യാതൊരുവിധ മനോഭാവമോ അല്ലെങ്കിൽ ഭാവവ്യത്യാസമോ ഒന്നും തന്നെ ഇല്ലാതെയായിരുന്നു ചെന്താമര വിധി കേട്ടത്. കാരണം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കോടതിയിൽ ഹാജരാക്കുമ്പോഴും കേസിന്റെ വിചാരണ നടക്കുമ്പോഴും ഉണ്ടായിരുന്ന അതേ മനോഭാവം തന്നെയാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നപ്പോഴും ചെന്താമരയ്ക്കുള്ളത്. ഇതെല്ലാം പരിഗണിച്ചാണ് കോടതി ഈ ഒരു കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ 66 സാക്ഷിമൊഴികളെയും മറ്റ് ഫോറൻസിക് തെളിവുകളും അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളും എല്ലാം തന്നെ ഹാജരാക്കിയായിരുന്നു കേസിൽ പ്രോസിക്യൂഷൻ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ സമയത്ത് ഇത് പ്രതിഭാഗം വാദിച്ചത് ഇത് അപൂർവമായ ഒരു കേസ് എന്നായിരുന്നു. ചെന്താമരയ്ക്ക് അത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ശിക്ഷാവിധി ഇളവ് വേണമെന്നൊരു കാര്യം പ്രതിഭാഗം വാദിച്ചിരുന്നെങ്കിലും കോടതി ഇതെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു കേസ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതി ഇനിയും കുറ്റകൃത്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം കോടതി നിരീക്ഷിക്കുന്നുണ്ട്. പരോൾ നൽകേണ്ട സാഹചര്യം വന്നാൽ സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നൊരു കാര്യം കോടതി എടുത്തു പറയുന്നുണ്ട്. കാരണം സജിതയെ കൊലപ്പെടുത്തി 5 വർഷത്തിന് ശേഷം പരോളിൽ ഇറങ്ങിയ സമയത്താണ് സജിത ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു പരോൾ നൽകുകയാണെങ്കിൽ സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കോടതി ആവർത്തിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ സജിതയുടെ മക്കളുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. സജിതയുടെ രണ്ട് മക്കളുടെയും പുനരധിവാസം ഉറപ്പാക്കണമെന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ സജിത കൊലപാതക കേസിൽ പരോളിലിറങ്ങിയ സമയത്ത് നെന്മാറയിലോട്ട് വരരുതെന്നൊരു വിലക്ക് ചെന്താമരയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വിലക്ക് ലംഘിച്ചായിരുന്നു ഇത്തരത്തിൽ ചെന്താമര നെന്മാറയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു പരോൾ നൽകുകയാണെങ്കിൽ സാക്ഷികളെ സുരക്ഷിതമായി വെക്കണം എന്ന ഒരു കാര്യം കോടതി പോലീസിനോട് നിർദ്ദേശിക്കുന്നുണ്ട്. അത്തരം സുരക്ഷ ഉറപ്പുവരുത്തണം എന്നൊരു കാര്യം കൂടി കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രതി ഇനിയും ഇത്തരം പ്രവർത്തികൾ ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നും കോടതിയുടെ ഭാഗത്തുനിന്നൊരു നിരീക്ഷണം വരുന്നുണ്ട്. പ്രതി നന്നാകുമെന്നൊരു പ്രതീക്ഷയില്ല എന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ ഒരു സജിതയുടെ മക്കൾക്കും നഷ്ടപരിഹാരം നൽകണം, അവരുടെ പുനരധിവാസം ഉറപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങളും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും നെന്മാറ പോത്തുണ്ടി സ്വദേശി സജിതയുടെ കൊലപാതകത്തിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തവും 3.25 ലക്ഷം രൂപ പിഴയും ഒടുക്കാൻ കോടതി വിധിച്ചിരിക്കുകയാണ്. 2019 ഓഗസ്റ്റ് 31 സജിതയെ വീട്ടിൽ കയറി അതിക്രമിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. പിന്നിൽ നിന്നും കൊടുവാളുകൊണ്ട് വെട്ടിയാണ് സജിതയെ കൊലപ്പെടുത്തിയത്. താനും ഭാര്യയും തമ്മിൽ പിരിയാൻ കാരണം സജിത ഉൾപ്പെടെയുള്ള അയൽവാസികളാണ് എന്ന് ആരോപിച്ചായിരുന്നു സജിതയെ കൊലപ്പെടുത്തിയത്. തുടർന്നും മറ്റ് അയൽവാസികൾക്കും ഇത്തരത്തിൽ ഭീഷണി ഉയർത്തിയിരുന്നു. അതേ തുടർന്നാണ് ഈ ഒരു അയൽവാസിയായിരുന്ന പുഷ്പ നാടുവിട്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ കേസിൽ പരിഗണിക്കവെയാണ് കോടതി ഇപ്പോൾ ഒരു തക്കതായ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ കുടുംബവും മക്കളും ഏറെ ആവശ്യപ്പെട്ടിരുന്ന ഒരു ശിക്ഷാവിധി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറെ ആശ്വാസകരമായ ഒരു ശിക്ഷാവിധി തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും കേസിൽ തക്കതായ ഒരു വിധി വന്നിരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കും. നാടിനെ നടുക്കിയ കൊലപാതക കേസിലാണ് ഇപ്പോൾ ഈ ഒരു വിധി വന്നിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തവും 3.25 ലക്ഷം രൂപ പിഴയും ഒടുക്കാൻ കോടതി വിധിച്ചിട്ടുണ്ട്. പാലക്കാട് സെഷൻസ് കോടതിയുടേതാണ് ശിക്ഷാവിധി. ഈ ഒരു കേസ് വിധി പ്രസ്താവിക്കുന്ന സമയത്ത് കോടതി ചില നിരീക്ഷണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. അതിൽ പ്രധാനമായും പ്രതി നന്നാകുമെന്നൊരു പ്രതീക്ഷയില്ല, അതേപോലെ തന്നെ ഇനിയും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാഹചര്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു ഒരു ശിക്ഷാവിധി ഉണ്ടായിരുന്നത്. സജിതയുടെ മക്കളുടെ പുനരധിവാസം ഉറപ്പാക്കണം, മക്കൾക്ക് നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയ കാര്യങ്ങളും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പ്രതി ഇനി പരോളിൽ ഇറങ്ങുകയാണെങ്കിൽ സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നൊരു നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തിയാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത്. പാലക്കാട് പോത്തുണ്ടി സ്വദേശി സജിതയുടെ കൊലപാതകത്തിലാണ് ഈ ഒരു വിധി. 6 വർഷത്തിന് ശേഷമാണ് വിചാരണ തുടങ്ങിയത്. അതിനുശേഷമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. 2019 നടന്ന കൊലപാതകത്തിൽ 2025 ഈ ഒരു വിചാരണ തുടങ്ങിയത്. തുടർന്ന് നീണ്ട മാസങ്ങൾക്ക് നീണ്ട വിചാരണകൾക്കൊടുവിൽ ഇന്നാണ് 2025 ഇന്നാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത്. തക്കതായ ഒരു ശിക്ഷാവിധി തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തവും അതുപോലെ തന്നെ 3.25 ലക്ഷം രൂപ പിഴയും ഒടുക്കാൻ കോടതി വിധിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപ കൊലപാതകം നടത്തിയതിനും 25,000 രൂപ തെളിവ് നശിപ്പിച്ചതിനും 1 ലക്ഷം രൂപ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനും തുടങ്ങിയ ഇത്തരം 3 വിഭാഗങ്ങളായാണ് ഈ ഒരു പിഴ ഒടുക്കാൻ വിധിച്ചിരിക്കുന്നത്. എന്തായാലും പാലക്കാട് നെന്മാറ പോത്തുണ്ടി സ്വദേശി സജിതയുടെ കൊലപാതകത്തിൽ ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. ഇരട്ട ജീവപര്യന്തവും ജയിലിൽ കഴിയാൻ ഇപ്പോൾ പാലക്കാട് SP മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് മോഡി നമുക്ക് പറഞ്ഞിട്ട് ഈ കേസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതും ഒരു വളരെ പ്രധാന കാര്യമാണ്. ത്രെറ്റനിങ്ങിന്റെ ഇൻസിഡന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തതാണ്. ഈ പ്രതി കോടതിയിലേക്ക് വരുമ്പോൾ വിറ്റ്നസ്ക്ക് നേരെ ഒരു പൊതുവെ പബ്ലിക്കലി ഭീഷണിപ്പെടുത്താനുള്ള കാര്യം കൂടി കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. സോ അതും ഒരു നിർണായക കാര്യമാണ്. ഇപ്പോൾ ശിക്ഷ നോക്കുമ്പോൾ ഡബിൾ ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് ഉള്ളത്. 302 ഭാഗമായിട്ട് ഒരു ലൈഫ് ഇംപ്രിസൺമെന്റ് പ്ലസ് ഒരു 2 ലക്ഷം രൂപയുടെ ഫൈനാണ്. 449 ദാറ്റ് ഈസ് വെപ്പൺ കൊണ്ട് വീട്ടിൽ കയറിയിട്ട് ആക്രമിച്ചു. അതിൻ്റെ ഒരു ലൈഫ് ഇംപ്രിസൺമെന്റ് പ്ലസ് 2 ലക്ഷം രൂപയുടെ ഫൈനാണ് ഉള്ളത്. 5 years ഇംപ്രിസൺമെന്റ് 201 ഭാഗമായിട്ടാണ് ഉള്ളത്. സോ വളരെ നന്നായിട്ട് നമുക്ക് ഈ പ്രതിക്ക് ശിക്ഷിക്കാൻ സാധിച്ചു.
എൻ്റെ ടീമിൻ്റെ റോൾ ഇതിൽ ഏറ്റവും പ്രധാനമാണുള്ളത്. ഫൈൻ എത്രയാ? ടോട്ടൽ ഫൈൻ 4.5 lakh rupees. 3.25 lakh rupees ടോട്ടൽ ഫൈൻ കൂടിയാണ് ഉള്ളത്. കോടതിയുടെ വിധി നമുക്ക് എഴുതിയിട്ട് ഇപ്പോൾ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമായിട്ട് ഈ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയോ? ഇപ്പോൾ നമുക്ക് ജഡ്ജ്മെന്റ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത് കോടതിയുടെ തീരുമാനം എങ്ങനെയാണ് നമുക്ക് നോക്കിയിട്ട് അത് പറയാം. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തൃപ്തരാണോ ഈ ലൈഫ് ഇംപ്രിസ്മെന്റ്? നമ്മുടെ ഭാഗത്ത് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് ഒരു കേസ് കൂടിയാണ് ഉള്ളത്, ഇരട്ട കൊലപാതകത്തിന്റെ ഒരു കേസ് കൂടിയാണ്. അതിൽ നമുക്ക് ഫർദർ വളരെ എഫക്റ്റീവായിട്ട് ആ കേസ് കൂടി എടുക്കാൻ പോകുന്നത്. ഈ കേസ് പ്രസന്റ് ഈ സജിത മർഡർ കേസിന്റെ ഭാഗമായിട്ട് ഒരു ഏറ്റവും പ്രധാന കാര്യം കൂടിയായിരുന്നു. രണ്ടാമത്തെ കൊലപാതകം നടന്ന ശേഷം പോലീസ് വളരെ എഫക്റ്റീവായിട്ട് സീനിയർ ഓഫീസേഴ്സ് DIG തൃശൂർ റേഞ്ച് പോത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ശിക്ഷ വിധിക്കുന്നതിന് മുമ്പായി ജാമ്യത്തിലിറങ്ങിയ ശേഷം പ്രതി നടത്തിയ ഇരട്ട കൊലപാതകത്തെക്കുറിച്ചും കോടതി പരാമർശിക്കുകയുണ്ടായി. സജിത വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് അല്ലെന്ന് വ്യക്തമാക്കിയാണ് ചെന്താമരയെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നത്. 2 വകുപ്പുകളിലായാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊലപാതകത്തിനും അതിക്രമിച്ച് കടക്കലിനും ചേർത്താണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തത്തിനൊപ്പം 3